ഗുഡ് ഈവനിങ് ഓൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിം പ്രോസസ്സ് തന്നെ, സം ആൻഡ് ആവറേജ് ഓഫ് n നമ്പേഴ്സ് ബൈ യൂസിങ് വൈൽ ലൂപ്പ്. ഓക്കെ, നേരത്തെ പ്രോഗ്രാമിൽ നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്തെങ്കിൽ ഇനിയിപ്പം നമ്മൾ n നമ്പേഴ്സിൻ്റെ സം ആൻഡ് ആവറേജ് കണ്ടുപിടിക്കാൻ പോകുന്നത് ബൈ യൂസിങ് വൈൽ ലൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഫോറിൻ്റെ കേസിൽ കണ്ടതാണ്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് n നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ n വരെയുള്ള ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെയാണ്, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇവിടുത്തെ അൺനൗൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ n ആരാണ് തരുന്നത്? യൂസറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ യൂസർ തരുന്ന എന്നിൻ്റെ വാല്യൂ സേ 10 ആണെങ്കിൽ നമുക്ക് സം ചെയ്യേണ്ടത് എന്താണ്? 1 മുതൽ 10 വരെ. സേ ഇപ്പോൾ യൂസർ തരുന്ന വാല്യൂ എന്നിൻ്റെ വാല്യൂ 20 ആണെങ്കിൽ വി വാണ്ട് ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നമ്പേഴ്സ്. ഇഫ് യൂസർ തരുന്ന വാല്യൂ 100 ആണെങ്കിൽ വി വാണ്ട് ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 100 നമ്പേഴ്സ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് നേരത്തെ സെക്ഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എന്നിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്സിമം വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, നമ്മുടെ ലിമിറ്റ്, നമ്മുടെ അവസാനത്തെ വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ യൂസറിൻ്റെ ഇത് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ചെയ്യാൻ പറയാം. ഇൻപുട്ട് നമ്മൾ ചുമ്മാ ഇപ്പോൾ എൻ്റെ ഇത് ലിമിറ്റ് എന്ന് തന്നെ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുമല്ലോ. എൻ്റെ ഇത് ലിമിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ അവസാനത്തെ വാല്യൂ. ഇനി ഇതൊരു ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി സ്ട്രിങ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇൻപുട്ട്, ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ്. സോ നമ്മളതിനെ എന്ത് ചെയ്യണം? ടൈപ്പ് കൺവേർട്ട് ചെയ്യണം. സോ നമ്മളതിനെ എന്തിലോട്ട് മാറ്റി? ഇൻറ്റീജറിലോട്ട് മാറ്റി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന വേരിയബിൾ നേരത്തെ നമ്മൾ സ്മോൾ ലെറ്റർ n ആയതുകൊണ്ട് ഇവിടെ ഞാൻ സ്മോൾ ലെറ്റർ n യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലിമിറ്റ് ഇപ്പോൾ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്? എന്നിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ആക്ച്വലി നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ലിമിറ്റ്. സോ വൺസ് നമുക്ക് ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം നമുക്ക് എവിടെ തുടങ്ങണം, എവിടെ നമ്മൾ എൻഡ് ചെയ്യണമെന്ന്. നമ്മൾ ആക്ച്വലി 4 എന്ന് പറയുമ്പോഴേക്കും 4-നകത്ത് നമുക്ക് വേണ്ട ഓരോ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ ഓരോ സമയത്തുള്ള വാല്യൂസിനെയും സെറ്റ് ചെയ്ത് തരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരായിരുന്നു? റേഞ്ച് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. പക്ഷേ വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോഴേക്കും വൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ നമ്മൾ മാനുവലി വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി വൈലിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചതാണ്. വൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേപ്പറിൻ്റെ സൈഡിൽ ഒരു ബോക്സിൽ നിങ്ങൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ സ്റ്റാറ്റസ് മസ്റ്റായിട്ടും ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, സോ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് 3 സ്റ്റാറ്റസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ്, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എൻഡ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്, എൻഡിങ് കണ്ടീഷൻ, ദെൻ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് അപ്ഡേഷൻ. ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ റിലേറ്റ്സ് ടു ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളായിട്ട് ഞാനിപ്പോൾ പിക്ക് ചെയ്യുന്നത് ഐ എന്നുള്ള വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. ഐ ആകാം, കൗണ്ട് ആകാം, ജെ ആകാം, എക്സ് ആകാം, വൈ ആകാം. ഇറ്റ് ക്യാൻ ബി എനി വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പിക്ക് ചെയ്യുന്ന വേരിയബിളിൻ്റെ പേരെന്താണ്? ഐ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം എന്ന് നമുക്കറിയാം. സോ ഫസ്റ്റ് നമ്പർ എപ്പോഴും സമ്മേഷനകത്തുള്ള ഫസ്റ്റ് നമ്പർ എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതുകൊണ്ട് ഐയുടെ ഇനിഷ്യൽ വാല്യൂ ഞാൻ എന്താക്കി കൊടുത്തു? 1 ആക്കി കൊടുത്തു. ഇനി ഐക്ക് വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ തവണ ഐ മാറി വരേണ്ടത് എന്താണ്? ഐ 1 ആവണം, 2 ആവണം, 3 ആവണം, 4 ആവണം, 5 ആവണം, എക്സെട്ര അപ് ടു 10 ആണെങ്കിൽ 10 വരെ പോകണം, 100 ആണെങ്കിൽ 100 വരെ പോകണം. ഓക്കെ, അപ്പോൾ അപ്ഡേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഐ എന്ത് ചെയ്യണം? ഓൾറെഡി ഉള്ള ഐ വാല്യൂവിൻ്റെ കൂട്ടത്തിൽ 1 വീതം ആഡ് ചെയ്ത് വേണം നമ്മൾ ഐയിലേക്ക് സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഐയെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ. ഐ ഈക്വൽ ടു i+1. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, നമ്മുടെ ലാസ്റ്റിലത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് നമ്മൾ ഈ ലൂപ്പിനെ എൻഡ് ചെയ്യേണ്ടത്? എൻഡിങ് കണ്ടീഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ആ കണ്ടീഷൻ വേണം നമ്മൾ വൈൽ ലൂപ്പിൻ്റെ കൂടെ പെയർ ചെയ്ത് എഴുതാനായിട്ട്, അല്ലേ? അപ്പോൾ നോക്കിക്കേ, എൻഡിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ് ചെയ്യുന്നത് എവിടം വരെയാണ്? n വരെയാണ്. നമുക്ക് ഈ എന്നിനകത്താണ് നമ്മുടെ എൻഡ് ഇരിക്കുന്നത്, നമ്മുടെ ലിമിറ്റ് ഇരിക്കുന്നത്. ഓക്കെ, ആ എന്നും ഐയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വേണം നമ്മൾ നമ്മുടെ കണ്ടീഷനായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ, അല്ലേ? അപ്പോൾ നോക്കിക്കേ, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഓരോ വാല്യൂസും, ഇപ്പോൾ സേ എന്നിലിരിക്കുന്ന വാല്യൂ 10 ആണെങ്കിൽ ഈ 10 നമ്മുടെ ഈ ഓരോ വേരിയബിൾസ്, ഓരോ വാല്യൂസും ഐയിൽ സെറ്റാകുന്ന ഓരോ വാല്യൂസും എന്ത് രീതിയിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവരെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് ചെയ്യുന്ന കണ്ടീഷനായിരിക്കും നമ്മുടെ ട്രൂ കണ്ടീഷനായിട്ട് വരിക. അല്ലെങ്കിൽ ഈ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ലൂപ്പിനകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു റിലേഷനാണ് നമ്മൾ പറയേണ്ടത്. എന്താ റിലേഷൻ? 1ഉം 10ഉം നമ്മൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 is less than 10, 2 is less than 10, 3 is less than 10, 4 is less than 10, 5 is less than 10. അതുപോലെ നമ്മൾ എല്ലാ നമ്പേഴ്സും അപ് ടു 10 വരെയുള്ള എല്ലാ നമ്പേഴ്സും 10ഉമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ലെസ് ദാൻ 10 ആയിട്ടും ഫൈനലി 10ഉമായിട്ട് അങ്ങനെ റിലേറ്റ് ചെയ്തേക്കുന്നത് ഈക്വൽ ടു ആയിട്ട്, അല്ലേ? അപ്പം ഈ ലെസ് ദാനും ഈക്വൽ ടു ഒരുമിച്ച് എഴുതാനുള്ള പ്രൊവിഷൻ എവിടെയുണ്ട്? നമ്മുടെ പൈത്തണിലുണ്ട്. സോ നമ്മൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കൊടുത്തു?
10. ആ 10 ആണ് ഇവിടെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? n ആയിട്ട് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് 10th എന്നിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ നമ്മൾ 10 ആയിട്ട് എഴുതും. എന്നിൻ്റെ വാല്യൂ 20 ആണെങ്കിൽ 20 ആയിട്ട് എഴുതും. എന്നിൻ്റെ വാല്യൂ 100 ആണെങ്കിൽ നമ്മൾ 100 ആയിട്ട് എഴുതും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എപ്പോഴും ഈ നമ്മളൊരു ജനറലൈസ്ഡ് വേർഷനിൽ വേണം നമ്മളെപ്പോഴും നമ്മുടെ പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല എന്താണ് ലിമിറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യൂസറിൻ്റെ കയ്യിൽ നിന്ന് ലിമിറ്റ് വാങ്ങി വെച്ചു. ആ ലിമിറ്റ് വരെയാണ് നമുക്ക് പോകാനുള്ളത്. ആ ലിമിറ്റിനെ ഇപ്പോൾ വിളിച്ച പേരെന്താണ്? n എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ സ്റ്റാറ്റസ് നമ്മളെപ്പോഴും സെറ്റ് ചെയ്ത് വെക്കണം. ഒരു ഫോർ ലൂപ്പിൻ്റെ കേസിൽ നമുക്ക് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാനായിട്ട് ഇനീഷ്യൽ വാല്യൂവും എൻഡും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്ഡേഷൻ്റെ കാര്യമൊക്കെ എന്ത് ചെയ്യും? നമ്മൾ റേഞ്ച് സെറ്റ് ചെയ്ത് തരും. നമ്മൾ അതിനകത്തുള്ള ഓരോ എലമെൻറ്റ്സിനെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ സ്ട്രക്ചർ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലിമിറ്റ് കൊടുത്തു. പിന്നെ നമ്മൾ സമ്മേഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്കറിയാം സമ്മിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കും. അത് നമുക്ക് മേളിൽ കൊടുക്കാം. അകത്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. വാല്യൂ എൻ്റർ ചെയ്തതിന് ശേഷം ഇതിന് തൊട്ട് താഴെ നോക്കിക്കേ, ഞാനിപ്പം അങ്ങനെ എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. സം എവിടെ എഴുതി കൊടുത്താലും എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. നമുക്ക് ലാബിൽ വരുമ്പോഴേക്കും അത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സം ഇസ് ഈക്വൽ ടു 0. കുഴപ്പമില്ലല്ലോ, സമ്മിനെ ക്ലിയർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? മേളിൽ കൊടുത്താലും താഴെ കൊടുത്താലും സെയിം എഫക്റ്റാണ്. ഞാനൊരു പ്രോഗ്രാമിൽ മേളിൽ കൊടുത്തു, അടുത്തിലെ ഞാൻ താഴെ കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ മൂവ് ഡയറക്ട്ലി ടു ദ ലൂപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ സ്റ്റാറ്റസ്, അതായത് ഇനീഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലൂപ്പിലേക്ക് കയറാൻ പോവുകയാണ്. n കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ n വരെ സ്പാൻ ചെയ്യേണ്ടത് നമുക്കറിയാം. സോ നമുക്കിനി ആരെ കൊണ്ടുവരണം? നമ്മുടെ പ്രോഗ്രാമിലേക്ക് ലൂപ്പിനെ എടുക്കാൻ പോവുക. ലൂപ്പിനെ എടുക്കുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യണം. ബിക്കോസ് വി ആർ ഗോയിങ് ടു യൂസ് വാട്ട്? വൈൽ ലൂപ്പ് ആണല്ലോ. അപ്പോൾ i = 1 കൊടുത്തു. അതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ലൂപ്പിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാം. ഏത് ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വൈൽ. അതിനുശേഷം പരാന്തസിസിനകത്ത് വി ക്യാൻ സ്പെസിഫൈ വാട്ട്? ദ എൻഡിങ് കണ്ടീഷൻ. ഇവിടുത്തെ എൻഡിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? i <= എത്രയാണ്? എത്രയാണ് വരെ പോകേണ്ടത്? ഫൈനൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 10 ആണോ 20 ആണോ എവിടെ പോകുന്നത്? അത് എന്നിൻ്റെ വാല്യൂവിനനുസരിച്ചിരിക്കും. സോ നമ്മളിവിടെ എന്തെഴുതും? n വരെ കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? i <= n എന്ന് പറഞ്ഞു കൊടുക്കും. കുഴപ്പമില്ലല്ലോ. ഇതിന് i <= n എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അത് കുഴപ്പമില്ല, അതങ്ങനെ കടന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ വയലിനകത്ത് വേണം എന്താണോ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ. എന്താ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സം കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. സമ്മിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മുടെ റിപ്പീറ്റഡ് പ്രോസസ്സ്. ഇതാണ് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രോഗ്രാം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി. ഓക്കെ, സോ വൺസ് നമ്മൾ ഈ റിപ്പീറ്റഡ് ആക്ടിവിറ്റി സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞ് ലൂപ്പിനകത്തിന് വേറെ ഒരു കാര്യങ്ങളും എഴുതാനില്ല എങ്കിൽ ലൂപ്പ് എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ആരെ കൊടുക്കണം? നമ്മുടെ അപ്ഡേഷൻ പ്രോസസ്സിനെ നമ്മൾ അല്ലെങ്കിൽ അപ്ഡേഷൻ സെഷനെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഓക്കെ, ആ അപ്ഡേഷൻ സെഷൻ എവിടെ കൊടുക്കേണ്ടത്? വിത്തിൻ ദ ലൂപ്പിനകത്താണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? അപ്ഡേഷൻ കൊടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് കൊടുക്കുക? ഇവിടുത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? i = i+1 ആണ് ഇവിടുത്തെ അപ്ഡേഷൻ. അപ്പോൾ എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ മാറി മാറി വരും. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ട എന്താണ്? സമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, സം കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു. സം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള നമ്മുടെ ലൂപ്പിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇനീഷ്യൽ കണ്ടീഷൻ ഫസ്റ്റ് പോർഷൻ കൊടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ടെസ്റ്റ് കണ്ടീഷൻ കൊടുത്തു. അതിനുശേഷം ലൂപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ വിത്തിൻ ദ ലൂപ്പിനകത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? അപ്ഡേഷൻ പോർഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? സം കിട്ടും. ആ സം വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം? ഷോ കേസ് ചെയ്യണം. സോ വി വാണ്ട് ടു പ്രിൻറ്റ് ഇറ്റ് ഔട്ട്. സോ നമ്മൾ എന്ത് ചെയ്തു? പ്രിൻറ്റ് സം കൊടുത്തു. ഓക്കെ ആണോ? അപ്പോൾ ലൂപ്പിൽ വർക്ക് ചെയ്യുന്ന എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്? ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇൻ എഫക്റ്റ് നമ്മുടെ ലൂപ്പിൽ വർക്ക് ആവുന്നത്. അത് ആരൊക്കെയാണ്? സം ചെയ്യുന്ന പ്രോസസ്സും പിന്നെ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സും. ഇത് രണ്ടുമാണ് റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളത് വിത്ത് ആൻ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ കയറുവാണെന്നുണ്ടെങ്കിൽ വിത്ത് ആൻ എക്സാമ്പിൾ നമ്മൾ ചെക്ക് ചെയ്യുവാണ്. പ്രോഗ്രാമിലെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റർ ദ ലിമിറ്റ് എന്ന് പറഞ്ഞു. ആ ലിമിറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? എന്നിലേക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കും. ആ വാല്യൂ ഇൻറ്റിജർ ആക്കി എവിടെ സ്റ്റോർ ചെയ്യും? എന്നിലേക്ക് സ്റ്റോർ ചെയ്യും. ഞാൻ കൊടുക്കുന്ന വാല്യൂ 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്താണ്? സമ്മിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? പ്രോഗ്രാമിൻ്റെ ലൈൻ ബൈ ലൈൻ നമ്മൾ ചെയ്താൽ മതി. സമ്മിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? 0 ആക്കി മാറ്റും. എന്നിട്ട് പിന്നെ ചെയ്യുന്ന പരിപാടി എന്താണ്? ഐയുടെ വാല്യൂ എന്താക്കി മാറ്റും? 1 ആക്കി മാറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ ലൂപ്പിനകത്തേക്ക് കയറും. എന്താ ചെയ്യുന്നത്? നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോകും? ലൂപ്പിനകത്തേക്ക് കയറും. ഓക്കെ, സോ ആ ലൂപ്പിനകത്തേക്ക് കയറുന്ന സമയത്ത് വി വിൽ ബി ഹാവിങ് എ കണ്ടീഷൻ അല്ലേ? ആ കണ്ടീഷൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? i <= n ആണോ നോക്കും. ഈ ലൈൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴത്തോട്ട് വരും. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? വൈലിനകത്തുള്ള കണ്ടീഷൻ. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ നോക്കും. സോ കണ്ടീഷൻ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഐയുടെ വാല്യൂ എന്താണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കിക്കേ കണ്ടീഷൻ കറക്റ്റ് ആണോ അതോ റോങ് ആണോ, കറക്റ്റ് ആണോ അതോ തെറ്റാണോ, എങ്ങനെ നോക്കുന്നത്. ഐയുടെ വാല്യൂ എന്താണ് 1 ആണ്. 1 ഈസ് ഓൾവേസ് ലെസ് ദാൻ 4. സോ 1 ഈസ് ലെസ് ദാൻ 4 എന്നുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ട്രൂ അവിടെ ഹാപ്പൻ ചെയ്യും അല്ലേ. അവിടെ ട്രൂ നടക്കുവാണെങ്കിൽ, അതായത് ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ലൂപ്പിന് അകത്തേക്ക് കയറാം. അല്ലെങ്കിൽ നമ്മൾ ലൂപ്പിൻ്റെ വെളിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ലൂപ്പിൻ്റെ വെളിയിൽ ഇവിടെ ആരാ ഉള്ളത്, പ്രിൻ്റ് സം മാത്രമേ ഉള്ളൂ, അതങ്ങ് വർക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ഇപ്പോൾ സമ്മിലെ വാല്യൂ എന്താണ് 0, അതങ്ങ് പ്രിൻ്റ് ആവും ഇഫ് ദ കണ്ടീഷൻ ഈസ് റോങ്. ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ എന്താണ്, കണ്ടീഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ റോങ്, ഇറ്റ്സ് എ ട്രൂ കണ്ടീഷൻ അല്ലേ. ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ആ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാം. ആ ലൂപ്പിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്താണ്, അവിടെ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. എന്താണ്, സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ ചെയ്യാൻ പറയുക. നമുക്ക് നോക്കാം, സമ്മിൽ ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് 0, സമ്മിൽ ഇപ്പോൾ ഐയിലിരിക്കുന്ന വാല്യൂ ഇപ്പോൾ എന്താണ് 1. സോ 0യും 1 കൂടെ ആഡ് ചെയ്ത് ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ടു ദിസ് വേരിയബിൾ കോൾഡ് സം. അപ്പോൾ നമ്മുടെ സം എന്നുള്ളൊരു വേരിയബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടൻറ്റ് എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ ആയോ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ലൂപ്പിനകത്ത് ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 പേരും വർക്ക് ചെയ്തു അല്ലേ. 2 പേരും വർക്ക് ചെയ്തോ, ഇല്ല. ഇപ്പോൾ നമുക്ക് സം മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് നമുക്ക് നോക്കാം. ഐയുടെ വാല്യൂ എന്ത് ചെയ്യണം, ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 ആക്കുകയും വേണം. സോ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ എന്താണ്, ഐയുടെ വാല്യൂ 1 ആണ്. ആ വാല്യൂ എന്ത് ചെയ്യും, നമ്മളൊരു 1ൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നമ്മൾ ആർക്ക് സ്റ്റോർ ചെയ്യും, ഐയിലേക്ക് സ്റ്റോർ ചെയ്യും. സോ ഐയുടെ പുതിയ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്തായി മാറും, ഐയുടെ വാല്യൂ 1 ആയിരുന്നത് ഇപ്പോൾ എന്തായി മാറി, 2 ആയി മാറി. ഐയുടെ വാല്യൂ എന്തായി മാറി, 2 ആയി മാറി. ഓക്കെ ആണോ. ഇപ്പോൾ ഐ 2 ആയിട്ടുണ്ട്, സം 1 ആയിട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു ലൂപ്പിനകത്ത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അത് 2 പേരും കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ടു റീ എൻറ്റർ ഇൻ ടു ദിസ് ലൂപ്പ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഐട്രേഷൻ, നെക്സ്റ്റ് ഐട്രേഷൻ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഓഫ് ദ ലൂപ്പ് എന്ന് നമ്മൾ വിളിക്കും. നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് ദ ലൂപ്പ്. അപ്പോൾ എപ്പോഴും ലൂപ്പിനകത്തുള്ള സ്റ്റെപ്പിന് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടായിരിക്കും, ലൂപ്പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റ് കണ്ടീഷനിലേക്കായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്, ടെസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, സോ ടെസ്റ്റ് ഈ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, ഇവിടുത്തെ ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഇപ്പോൾ ആരായിട്ട് മാറി, ഐ ഇപ്പോൾ 2 ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ്റെ വാല്യൂ എന്താണ് 4. അപ്പോൾ 2 ലെസ് ദാൻ 4 ആണ്. അതുകൊണ്ട് ഇതെന്താണ്, ഒരു ട്രൂ കണ്ടീഷനാണ്. ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് ലൂപ്പിനകത്തേക്ക് കയറും. ലൂപ്പിനകത്തേക്ക് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ കൊടുക്കണം. ഓക്കെ, ദെൻ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 കൊടുക്കണം. ഓക്കെ, ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ള സമ്മിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. ഐയുടെ പുതിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. സോ 1 + 2 ചെയ്ത് ആ ആൻസറിനെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യും, സമ്മിലേക്ക് സ്റ്റോർ ചെയ്യും. സോ സമ്മിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സമ്മിൽ ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ എന്താണ്, 3 ആണ് വന്നിരിക്കുന്നത് അല്ലേ. ആ 3 നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ ഐക്കും ചേഞ്ച് വരണം. ഐയിൽ ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ എന്താണ്, 2 ആണ്. ഐയിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്, 2 ആണ്. ആ 2നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഇവിടെ ഐയുടെ അപ്ഡേഷനിലേക്ക് നമ്മൾ യൂസ് ചെയ്യണം. സോ 2 + 1 അതെന്തായി മാറും, ഐ 3 ആയി മാറും. സോ സമ്മ് 3 ആയി മാറി, ഐയും എന്തായി മാറി, 3 ആയി മാറി. ഓക്കെ ആണോ, സമ്മ് 3 ആയി മാറി, ഐയും 3 ആയി മാറി. ഓക്കെ, എന്നിട്ട് നോക്കിക്കേ, നമ്മുടെ ലൂപ്പിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞോ, ഇല്ല. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, എപ്പോഴും ലൂപ്പിനകത്തുള്ള കണ്ടൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടായിരിക്കും, ലൂപ്പിൻ്റെ ടെസ്റ്റ് കണ്ടീഷനിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. എന്താ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്, നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടുത്തെ ഐയുടെ വാല്യൂ എന്താണ്, ഇപ്പോൾ പ്രസൻ്റ്ലി ഐയുടെ വാല്യൂ 3 ആണ്. ഇതാണ് ഐയുടെ വാല്യൂ. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ നോക്കും അല്ലേ. ദാറ്റ് ഇസ് 3 ഈസ് ഓൾവേസ് ലെസ് ദാൻ 4. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ട്രൂ കണ്ടീഷനാണ്. നമ്മളപ്പോൾ എന്ത് ചെയ്യും, ലൂപ്പിനകത്തേക്ക് വരും. ലൂപ്പിനകത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം, ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. സോ നമ്മൾ ചെയ്യുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൂപ്പിനകത്ത് സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐയും ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, സമ്മിൽ ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസൻ്റ്ലി സമ്മിലുള്ള വാല്യൂ 3 ആണ്. ഐയിലിരിക്കുന്ന പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണ്. സോ നമുക്ക് 3 + 3 ചെയ്യുമ്പോഴേക്കും സമ്മിൽ ഏത് വാല്യൂ വരും, 6 വരും. അതേപോലെ തന്നെ ഐയുടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 കൊടുക്കണം. ഐയുടെ പ്രസൻറ്റ് വാല്യൂ 3 ആണ്. 3 + 1 ആയിട്ടുള്ള 4 നമ്മൾ എവിടേക്ക് സ്റ്റോർ ചെയ്യും, ഐയിലേക്ക് സ്റ്റോർ ചെയ്യും. സോ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന 2 വേരിയബിൾസ് ആണ്, ഒരെണ്ണം സമ്മും ഒരെണ്ണം ഐയും. സോ സമ്മിൻ്റെ വാല്യൂ എന്തായി മാറും, 6 ആയി മാറും. ഐയുടെ വാല്യൂ എന്തായി മാറും, 4 ആയി മാറും. ഓക്കെ,
അപ്പോൾ ലൂപ്പിനകത്തുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും സം ഇസിക്കൽ ടു സം പ്ലസ് ഐയും ഐ ഇസിക്കൽ ടു ഐ പ്ലസ് വണ്ണും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മൂവ് ഡയറക്ട്ലി ടു ദ ടെസ്റ്റ് കണ്ടീഷൻ. നമ്മൾ ടെസ്റ്റ് കണ്ടീഷനിലേക്ക് പോകും. അവിടെ ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ലെസ് ദാൻ ഒരു ഈക്വൽ ടു എൻ ആണെന്ന് ചെക്ക് ചെയ്യണം. ഐ ലെസ് ദാൻ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ എന്താണ്? 4. ലെസ് ദാൻ ഒരു ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ എന്താണ്? 4 തന്നെയാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? നോക്ക്, ഐ ഈസ് നോട്ട് ലെസ് ദാൻ 4. പക്ഷേ ദാറ്റ് ഈസ് 4 ഈസ് നോട്ട് ലെസ് ദാൻ 4. പക്ഷേ 4 ഈസ് ഓൾവേസ് ഈക്വൽ ടു 4. 4 എന്താണ്? 4ന് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതൊരു ട്രൂ കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ലൂപ്പിനകത്തേക്ക് എൻട്രി ചെയ്യാം. ലൂപ്പിനകത്തേക്ക് ചെല്ലുമ്പോഴേക്ക് നമ്മൾ കാണുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്തൊക്കെയാണ്? സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐയും ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് വണ്ണും. ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ സമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ പ്രസൻ്റ്ലി എന്തായിട്ട് സെറ്റായിരിക്കുവാണ്? 6. ഐയുടെ വാല്യൂ ഇപ്പോൾ എന്തായിട്ട് സെറ്റായിരിക്കുവാണ്? 4. സോ നമ്മുടെ ടോട്ടൽ ഫൈനൽ സം ഇപ്പോൾ എന്തായി മാറി? 6 + 4 10 ആയി മാറി. ഓക്കെ, അതേപോലെ തന്നെ ഐയുടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐയുടെ പ്രസൻറ്റ് വാല്യൂ 4 ആണ്. 4 + 1 ചെയ്യുമ്പോഴേക്കും എന്തായി മാറും? ഐയുടെ പുതിയ വാല്യൂ ഇപ്പോൾ എന്തായി മാറും? 5 ആയി മാറും. ഓക്കെ ആണോ? അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് രണ്ട് അപ്ഡേഷൻസ് നടന്നു. ആരൊക്കെയാണ്? സമ്മിൻ്റെ വാല്യൂ 10 ആയി മാറി. ഐയുടെ വാല്യൂ എന്തായി മാറി? ഐയുടെ വാല്യൂ 5 ആയി മാറി. ഓക്കെ, സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ലൂപ്പിനകത്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ലൂപ്പിനെ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും. ടെസ്റ്റ് കണ്ടീഷനിലേക്ക് പോകും. ഓക്കെ, അവിടെ നമ്മൾ ചെക്ക് ചെയ്ത് എന്താണ്? ഐ ലെസ് ദാൻ ഐയുടെ വാല്യൂ ഐ ലെസ് ദാൻ ഒരു ഈക്വൽ ടു എൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണല്ലോ. സോ ഐയുടെ വാല്യൂ ഇപ്പോൾ എന്താണ്? 5 ആണ്. ഐയുടെ വാല്യൂ ഇപ്പോൾ 5 അല്ലേ? സോ 5 ലെസ് ദാൻ ഒരു ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ എന്താണ്? 4 ആണ്. 5 ലെസ് ദാൻ ഒരു ഈക്വൽ ടു 4 ആണോ? ഇറ്റ്സ് നോട്ട് അല്ലേ? ഇറ്റ്സ് എ റോങ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളിത് ഫോൾസ് ആവുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വി വിൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആരൊക്കെയായിരുന്നു? സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐയും ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ. സോ നമ്മുടെ ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴേക്കും വി വിൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. എന്ന് പറഞ്ഞാൽ ലൂപ്പിന് പുറത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഇനി വർക്ക് ചെയ്യുന്നത്. അതായത് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം. കണ്ടോ, ലൂപ്പിന് നേരെ നിൽക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് വി ആർ ഔട്ട്സൈഡ് ദ ലൂപ്പ്. ഓക്കെ, ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇനി വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് നമുക്കിനി എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പ്രിൻറ്റ് സം. ഓക്കെ, ലൂപ്പിന് പുറത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിൻറ്റ് സം. സോ നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയിരിക്കും? നമ്മുടെ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ദ നെറ്റ് സം വാല്യൂ. അതായത് എന്താണോ നമ്മുടെ സമ്മേറ്റഡ് വാല്യൂ വന്നിരിക്കുന്നത് അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇനി കാണാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് ഈ സെയിം പ്രോഗ്രാം തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവറേജ് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സം കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവറേജ് കണ്ടുപിടിച്ച് നോക്കാം. പ്രോഗ്രാം ഒന്നും കൂടെ എഴുതി നോക്കാം. അപ്പോൾ ആദ്യം നോക്കിക്കേ, സമ്മിൽ നമുക്ക് ആദ്യം യൂസറിൻ്റെ കയ്യിൽ നിന്ന്, കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? n നമ്പേഴ്സിൻ്റെ എന്താണ് സം വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ചെയ്യാൻ പറയാം. എന്താ? എൻ്റർ ദ ലിമിറ്റ് അല്ലെങ്കിൽ എൻ്റർ ദ വാല്യൂ ഓഫ് n എന്ന് പറഞ്ഞ് കൊടുക്കാം. ലിമിറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനൊരു വേരിയബിളിലേക്ക് ബാക്ക് ചെയ്യും. ആണല്ലോ, ആ വേരിയബിളിൻ്റെ പേരാണ് n. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊരു നമ്പറാക്കി എന്നിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്തു? സം ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ സം എന്നുള്ള വേരിയബിളിനകത്താണ് നമ്മൾ ആൻസർ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ ആ വേരിയബിളിനെ നമ്മളൊന്ന് ക്ലിയർ ഔട്ട് ചെയ്തു. സം ഇസിക്കൽ 0 കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇനിഷ്യലി നമുക്ക് എവിടം വരെ പോകണം എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ ആദ്യത്തെ വാല്യൂ 1 ആണ്. കാര്യം നമുക്ക് 1 to n ആണ് സം കണ്ടുപിടിക്കാനുള്ളത്. എവിടം വരെ പോകണം? n വരെ പോകണം. ഓക്കെ, സോ n വരെയുള്ള ഐ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം ഇരിക്കേണ്ടത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ദ വൈലിനകത്തുള്ള ടെസ്റ്റ് കണ്ടീഷൻ. ഇനി ഐയുടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഓരോ തവണയും ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1 ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇത് നമ്മുടെ ഫസ്റ്റ് സെഷൻ. ഇത് നമ്മുടെ വൈലിൻ്റെ കൂടെ എഴുതാനുള്ള സെഷൻ. ഇത് നമ്മുടെ വൈലിനകത്ത് എഴുതാനുള്ള അപ്ഡേഷൻ സെഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇനിഷ്യലി സെറ്റ് ചെയ്തു ഐയുടെ വാല്യൂ 1. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈലിനകത്ത് നമ്മൾ ടെസ്റ്റ് കണ്ടീഷൻ കൊടുക്കാം. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n കൊടുത്തു. ഇനി ലൂപ്പിനകത്തേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഓരോ തവണയും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഐയുടെ ബേസിസിൽ സമ്മിനെ കണ്ടുപിടിക്കണം. സോ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. അതേപോലെ തന്നെ സം പ്രോസസ്സാണ് നമ്മൾ ആക്ച്വലി റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു ലൂപ്പ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ തേർഡ് സെഗ്മെൻറ്റ്, അതായത് അപ്ഡേഷൻ സെഗ്മെൻറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1 കൊടുക്കണം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ഫൈനലായിട്ടുള്ള ടോട്ടൽ സം എവിടെ കാണും? സമ്മിൽ കാണും അല്ലേ? അപ്പോൾ നമുക്ക് ആ സമ്മിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആവറേജ് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആവറേജ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത വേരിയബിളിൻ്റെ പേര് AVG ആണെങ്കിൽ AVG ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ടോട്ടൽ എലമെൻറ്റ്സ്. എത്ര എലമെൻറ്റ്സ് ഉണ്ട്?
n എലമെൻസാണ് ഉള്ളത്. അതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ 10 ആവാം, 20 ആവാം, ഇഷ്ടമുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. ഓക്കെ, ഇപ്പം സമ്മിൽ സമ്മുണ്ട്, ആവറേജിൽ AVGയിൽ ആവറേജും ഉണ്ട്. നമുക്ക് രണ്ട് റിസൾട്ടുകൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുത്തൂടെ. സോ പ്രിൻറ്റ് സമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ സം എന്നും പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇഷ്ടമുള്ള രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്ത് പ്രിൻറ്റ് ചെയ്യാമേ. ഇനി നമുക്ക് ആവറേജ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് തരാം, പ്രിൻറ്റ് AVG ആവറേജ് നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, സമ്മും പ്രിൻറ്റ് ചെയ്തു, ആവറേജും പ്രിൻറ്റ് ചെയ്തു. സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ തുടങ്ങാം, ബിഗിനിങ് പോയിന്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാർട്ട് സെറ്റ് ചെയ്യണം. ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ ടെസ്റ്റ് കണ്ടീഷൻ കൊടുക്കണം. അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്, അപ്ഡേഷൻ സെക്ഷൻ കൊടുക്കണം. ഈ 3 കാര്യങ്ങളും അറേഞ്ച് ചെയ്ത്, അതായത് എപ്പോഴും ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ബിഗിനിങ് കണ്ടീഷൻ ലൂപ്പിന് മുന്നേയും, പിന്നെ ടെസ്റ്റ് കണ്ടീഷൻ ലൂപ്പിൻ്റെ കൂടെയും, അപ്ഡേഷൻ സെഷൻ ലൂപ്പിന് അകത്തും, ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് അതിനെ വിളിക്കുക. റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുന്നതിൻ്റെ കൂടെ, വിത്തിൻ അകത്ത് അല്ലെങ്കിൽ വിത്തിൻ ദ ലൂപ്പ് അല്ലെങ്കിൽ ഇൻസൈഡ് ദ ലൂപ്പ് വേണം അപ്ഡേഷൻ സെഷൻ നമ്മൾ മെൻഷൻ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു വൈൽ ലൂപ്പ് അവിടെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്തുകൊണ്ട് ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു കമ്പ്യൂട്ട് മൾട്ടിപ്പിൾ റിപ്പീറ്റഡ് ഓപ്പറേഷൻസ് ഇൻ അവർ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 പ്രോബ്ലംസുമാണ് ഇന്ന് പഠിക്കേണ്ടത്. ഓക്കെ.